ഏകദേശം 2 വർഷത്തോളം ലോകം മുഴുവൻ കോവിഡ് ഭയത്തിലായിരുന്നതും വീടിനുള്ളിൽ തന്നെ അടച്ചുപൂട്ടി ഇരിക്കേണ്ടി വന്നതുമൊന്നും ആരും അത്ര പെട്ടെന്ന് മറന്നു കാണില്ല. കോവിഡിനേക്കാൾ വലിയൊരു പകർച്ചവ്യാധി വന്നാൽ എന്താകുമെന്നതിനെപ്പറ്റി സങ്കല്പിക്കാൻ പോലും ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ കോവിഡിനേക്കാൾ മാരകമായ പകർച്ചവ്യാധി ലോകത്ത് പടരുമെന്ന മുന്നറിയിപ്പ് ഗവേഷകർ നേരത്തെ തന്നെ ലോകരാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. ഇപ്പോഴിതാ ലോക സാമ്പത്തിക ഫോറത്തിനായി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ യോഗം ചേരുന്ന ലോക നേതാക്കൾ കോവിഡ്-19 പകർച്ചവ്യാധിയേക്കാൾ 20 മടങ്ങ് മാരകമായ പകർച്ചവ്യാധിയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഡിസീസ് എക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് നിലനിൽക്കുന്ന ആശങ്കകൾ ചർച്ച ചെയ്യുന്നത്. ഒരു രോഗകാരി മൂലം ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള പകർച്ചവ്യാധിക്കെതിരെയുള്ള തയ്യാറെടുപ്പും ആസൂത്രണവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ രോഗകാരി മനുഷ്യരിൽ രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും അറിവൊന്നും ലഭിച്ചിട്ടുമില്ല. മുന്നിലുള്ള ഒന്നിലധികം വെല്ലുവിളികൾക്കായി ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ തയ്യാറാക്കാൻ ആവശ്യമായ നൂതനമായ ശ്രമങ്ങൾ സമിതി ചർച്ച ചെയ്യുമെന്ന് WEF അറിയിച്ചു. വളരെ മാരകമായ മഹാമാരിക്ക് ലോകം തയ്യാറായിരിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. വാക്സിനുകൾ, മരുന്നുപയോഗിച്ചുള്ള ചികിത്സകൾ, രോഗം കണ്ടുപിടിക്കാൻ നടത്തുന്ന പരിശോധനകൾ എന്നിവയുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ വികസനമാണ് യോഗത്തിൽ ചർച്ച ചെയ്യുക. ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ തയ്യാറെടുപ്പുകൾക്കിടയിൽ പഠിച്ച കഴിവുകളും അറിവുകളും രോഗത്തെ ചെറുക്കുന്നതിന് പ്രയോജനപ്പെടുത്താനും കഴിയും. 2014-16 കാലഘട്ടത്തിൽ പശ്ചിമ ആഫ്രിക്കയിൽ എബോള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ ഡിസീസ് എക്സിനുള്ള മുന്നൊരുക്കങ്ങൾ ലോകാരോഗ്യ സംഘടന നടത്തി തുടങ്ങി. എബോള പിടിപെട്ട് 11,000 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന അന്ന് വ്യക്തമാക്കിയിരുന്നു. എബോള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജീവൻ രക്ഷിക്കുന്നതിനായി ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് കഴിയാതിരുന്നതാണ് ഇതിന് കാരണമെന്ന് സംഘടന വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഇനി പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ പട്ടിക ലോകാരോഗ്യ സംഘടന തയ്യാറാക്കുകയും ഇവയെ നേരിടുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. കോവിഡ്-19, ക്രിമിയൻ കോങ്കോ ഹെമറാജിക് ഫീവർ, എബോള വൈറസ് രോഗം, മാർബർഗ് വൈറസ് രോഗം, ലസ ഫീവർ, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, സാസ്, നിപ്പ, ഹെനിപ്പ വൈറൽ രോഗങ്ങൾ, റിഫ്റ്റ് വാലി ഫീവർ, സിക്ക, ഡിസീസ് എക്സ് എന്നിവയാണ് ഈ രോഗങ്ങൾ. 2017 ഡിസീസ് എക്സിന് വേണ്ടി നടത്തിയ ഗവേഷണങ്ങൾ കോവിഡ്-19 എതിരെയുള്ള ആദ്യ വാക്സിന്റെ നിർമ്മാണത്തിനും സഹായിച്ചിട്ടുണ്ട്.